ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. ഗൈസ് സംസാരിക്കാം, എൻ്റെ ചെവി അടഞ്ഞിരിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ കേൾക്കണം. സോ ഗൈസ്, എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ബാത്റൂം വിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണമെന്ന്. സോ ആക്ച്വലി നമ്മളെ വീട്ടിലല്ല, ഞാനിന്നൊരു ഷൂട്ടുമായിട്ട് വന്നേ. കുറേ നാളായിട്ട് നിങ്ങൾ ചോദിക്കില്ല എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. സോ വീഡിയോയുടെ പോകണതിന് മുമ്പ് ഞാൻ ആദ്യമേ പറയാം, സ്കിൻ കെയർ ചെയ്യുന്നത് ഒരിക്കലും ഒരാളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലൈക്ക് എന്താ പറയുക, നമ്മൾ സാധാരണ എല്ലാത്തിലും ഒരു കെയർ കൊടുക്കാറില്ല, അതേപോലത്തെ ഒരു സംഭവമാണ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊന്ന് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യേണ്ട. പിന്നെ ഈ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. നമുക്ക് വരുന്ന ഡാർക്ക് സ്പോട്ട്സ് മാറ്റാൻ, സൺ ടാൻ മാറ്റാം, പിഗ്മെന്റേഷൻ മാറ്റാം, അൺഈവൻ സ്കിൻ ടോൺ, ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടി സ്കിൻ കെയർ റുട്ടീൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു ജനറ്റിക്കലി ആയിട്ടുള്ള ലൈക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ പറയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. എൻ്റെ കൺസേൺസ് അനുസരിച്ചിട്ടാണ് പല പ്രോഡക്ട്സുകളും ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് കൂടെ ബ്യൂട്ടി ബ്ലോഗർ എന്ന നിലയ്ക്ക് കൂടെ ഞാൻ പ്രോഡക്ട്സുകൾ മാറ്റേണ്ടി വരും. ബിക്കോസ് പ്രൊമോഷന് പ്രോഡക്ട്സുകൾ വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ PR-ന് പ്രോഡക്ട്സുകൾ വരുമ്പോഴത്തേക്ക് മാറ്റിയിട്ടാണ് ഓരോരോ പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. സോ അങ്ങനെ മാറും. പക്ഷെ ഇതിപ്പം ഞാൻ എൻ്റെ ആഗ്രഹമുണ്ട്, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണേ എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ഇത് തന്നെയാണ് ഞാനിപ്പോൾ, അതായത് പ്രമോഷൻ ഒന്നുമല്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക PR വർക്ക് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആക്ച്വൽ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ആദ്യം തന്നെ നമുക്ക് മുടിയെല്ലാം കൂടെ വാരി പിടിച്ച് കെട്ടി വയ്ക്കാം. സോ ബിക്കോസ് ഞാൻ തല കുളിക്കുന്നില്ല, തല നനയ്ക്കണമെന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഷൂട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുടിയെല്ലാം കൂടെ വാരി പിടിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ ഇങ്ങനെ കെട്ടി വെച്ച് കണ്ണാടി നോക്കി ചിരിക്കുക, നമ്മളൊക്കെ ആരും ചിരിക്കാന്നില്ല, അപ്പോൾ നമ്മൾ തന്നെ നോക്കി ചിരിക്കുക. സോ ഗൈസ്, ആദ്യം ഫേസ് വാഷാണ് ചെയ്യുന്നത്. മോൻ കഴിയും. ഇപ്പോൾ വീട്ടിലായിരുന്നുണ്ടെങ്കിൽ രാവിലെ ഉറക്കം വേണ്ടിയിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഐസ് ക്യൂബ്സിൽ ഫേസ് ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, മറ്റേ ബൗളിലിട്ടിട്ട് കുറച്ച് നേരം ഒരു പാത്രത്തിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കും. അപ്പോഴാണ് സെറ്റ് ആവണത്. അത് ഇപ്പം വീട്ടിലല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇന്ന്. അപ്പോൾ അങ്ങനെ ചെയ്താണ് തുടങ്ങുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നത് ബയോഡെർമ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡെയിലി ആൻറ്റി ആക്നെ ക്ലെൻസറാണ്. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഓയിലി അല്ല. പക്ഷേ എനിക്ക് ആക്നീസ് വന്നത് കൊണ്ട് ആക്നെ പ്രോൺ സ്കിന്നുകാർക്കുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. ആക്ച്വലി ഇത് ഭയങ്കര നൈസാണ് കേട്ടോ. സിങ്കൊക്കെ വരണോണ്ട് തന്നെ നമുക്ക് മുഖക്കുരു മാറ്റാനൊക്കെ അടിപൊളിയാണ്. ആൻറ്റി ബാക്ടീരിയൽ, ആക്നെ ഫൈറ്റിംഗ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. മോയ്സ്ചറൈസ് ചെയ്യും, അതായത് ഡ്രൈ ആക്കത്തില്ല. സോ അതുകൊണ്ടാണ് ഡ്രൈ സ്കിന്നായിട്ടുള്ള ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആക്നെ ബ്ലെമിഷ് ഉള്ളവർക്ക് അടിപൊളിയാണ്. സോ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റാണ്. ഇപ്പം ഫേസ് വാഷ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇത് അത്യാവശ്യം ഒരു റേറ്റ് വരുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിരിക്കണം 404 രൂപയുടെ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് തന്നെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. അതിന് പകരം നിങ്ങൾക്ക് സിമ്പിളിൻ്റെയോ ഒക്കെ ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് ഫേസ് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. ബിക്കോസ് ടവൽ ഇപ്പം നിങ്ങൾക്ക് ദിവസം കഴുകി മോൻ തുടയ്ക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ല, അല്ലെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരും. സോ അതുകൊണ്ട് എനിക്ക് എപ്പോഴും യൂസ്ഫുൾ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ടിഷ്യൂ ആണ്. വീട്ടിലാണെങ്കിൽ നമുക്കൊരു തോർത്തൊക്കെ വെച്ചിടാം. അതിനുശേഷം അവൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ തെർമൽ സ്പ്രിംഗ് വാട്ടറാണ് ഗൈസ്. ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. ഇത് ബ്ലാക്ക് ഹെഡ്സ്, നമ്മുടെ പോൾസ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ അടിപൊളിയാണ്. ഒരു സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങിച്ചോ. ഞാനിത് ഏകദേശം ഒരു 5 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 5 ആണെന്ന് തോന്നണം, 5 4 ഒരെണ്ണോടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് 5. ആൻഡ് ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്ന് സൂത്തനും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അലർജി എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഫേസ് എന്തെങ്കിലും ഇടുമ്പോൾ അലർജി, റെഡ്നെസ് വരികയാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേവ് ചെയ്തതിന് ശേഷം, ഫേഷ്യൽ ഹെയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആരും നിങ്ങളിൽ മസ്റ്റായിട്ടും വച്ചോ, നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത സാധനമാണ്. ഇതെല്ലാം പാറ്റർ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഞാൻ സിറായിട്ട് യൂസ് ചെയ്യുന്ന ഗൂഡൽ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഗ്രീൻ ടാങ്ക്രൈൻ വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട് കെയർ സിറാണ്. ഇപ്പം എൻ്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, കുരു വന്നു പോയതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പം
അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിറ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് വീക്കിലി ഞാൻ 3 തവണ യൂസ് ചെയ്യുള്ളൂ. 3 തവണ മോർണിംഗ്, ശ്രദ്ധിച്ചേക്കുക, വീക്കിലി 3 തവണ മോർണിംഗ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് നോക്കാം, നിങ്ങൾക്ക് ബ്ലെമിഷ് ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ആണെങ്കിൽ വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടും. ആൻഡ് ഇത് അടിപൊളിയാണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എസ്പെഷ്യലി എന്തിട്ടാലും കുരു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചു, നിങ്ങൾക്കിത് കുരു വരില്ല. കാരണം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പുകാർക്ക് ഇത് അടിപൊളിയാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവർ തന്നെ പറയേണ്ട നല്ല അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സീറാണ്. നല്ല സ്കിൻ ബ്രൈറ്റൻ ആവുമെന്ന് വെച്ചാൽ സീരിയസ്ലി സ്കിൻ ഭയങ്കര, നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ട്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ടാനൊക്കെ അടിച്ച് വരികയാണെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ ഒരു 1 വീക്ക് നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ടാനൊക്കെ പമ്പടക്കും, അത്രയ്ക്ക് പൊളി സാധനമാണ് ഇത്. ഞാൻ ആഴ്ചയിൽ, ഞാൻ പറഞ്ഞല്ലോ 3 ദിവസമാണ് യൂസ് ചെയ്യുന്നത്, ബാക്കി 4 ദിവസമുണ്ട് ആഴ്ചയിൽ. ആ ആഴ്ചയിൽ 2 ദിവസം ഞാൻ കോജിക് ആസിഡ് സിറാണ് യൂസ് ചെയ്യുന്നത്, ഡെർമാക്കോഡ കോജിക് ആസിഡ് സിറാണ് യൂസ് ചെയ്യുന്നത്. സോ എന്നിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ സ്കിൻ 1-2 ദിവസം എൻ്റെ സ്കിന്നിന് ബ്രേക്ക് കൊടുക്കും. അതായത് കണ്ടിന്യൂസ് 3 ദിവസം ഇതിട്ടതിന് ശേഷം ഒരു ദിവസം ബ്രേക്ക് കൊടുക്കും. അതിന് 1-2 ദിവസം ബ്രേക്ക് കൊടുത്ത് ഒരു ദിവസം ബ്രേക്ക്, അതിനുശേഷം കോജിക് ആസിഡ്, പിന്നെയും ബ്രേക്ക് കൊടുത്തിട്ടാണ് വൈറ്റമിൻ സിയിലോട്ട് പോണത്. അങ്ങനെ ബ്രേക്ക് കൊടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം നമുക്ക് സ്കിന്നിന് എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ മിക്സായി ലെയറപ്പായി എന്തെങ്കിലും പ്രശ്നം വരാതിരിക്കും. സോ അങ്ങനെയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് 2 യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുരുവല്ല, ഡാർക്ക് സ്പോട്ട്സ് മാറാൻ വേണ്ടിയാണ്. കുരു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സാലിസിലിക് വെച്ചാൽ അങ്ങനെ എനിക്ക് കുരു ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പം ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നില്ല, സ്പോട്ട് കറക്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഒരു അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഈ സിറം അബ്സോർബ് ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, കുറച്ച് സമയം സ്കിന്നിന് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഇതിൻ്റെ സെയിം തന്നെ ഗൂഡൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഗ്രീൻ, നേരത്തെ പറഞ്ഞ ആ സെയിം സാധനം ഡാർക്ക് സ്പോട്ട് കെയർ ക്രീമാണ്. സോ ഗൈസ്, ഇത് 50 ml ആണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1295 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വേണം. ഈ 2 പ്രോഡക്റ്റ് മാക്രോൺ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷനിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ, കാരണം പുറത്തുനിന്നൊക്കെ വരുന്നതാണ്. അപ്പം വെരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടാണ് സാധനം വരുത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് നൈസ് സാധനമാണ്, സ്കിന്ന് ലൈക്ക് എന്താ പറയുക, ഇത് രണ്ടിൻ്റെയും കൂടെ ഉള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. അബ്സോർബ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് കെയർ എടുക്കാനും ഒക്കെ അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാം, ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂസ് ചെയ്തു, അടിപൊളിയായിട്ടുള്ള സാധനമാണ്, നല്ല റിസൾട്ട് കിട്ടും, നല്ല അടിപൊളിയാണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഫേസിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുക. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഡേ ടൈം മാത്രമേ യൂസ് ചെയ്യാം, കാരണം നൈറ്റ് വേറൊരു റുട്ടീനാണ്. അതിന് നിങ്ങൾക്ക് വേറൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കാര്യമാണ് സൺസ്ക്രീൻ. അത് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. എൻ്റെ സ്കിന്നിനുണ്ടായിട്ടുള്ള മേജർ റീസൺ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ ആണ് ഗൈസ്, തീരാറായി. സോ ഇത് ഡോക്ടർ ഷെത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ്. ഇപ്പം ഞാൻ ഓൾറെഡി വൈറ്റമിൻ സിയുടെ സിറം മോയ്സ്ചറൈസറൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കോജിക് ആസിഡൊക്കെ ഇടണ സമയത്ത് ഹൈലോണിക് ആസിഡ് സൺസ്ക്രീനും മോയ്സ്ചറൈസർ വരികയാണെങ്കിൽ നോർമലായിട്ടുള്ള ഏതെങ്കിലും സെറാമൈഡോ സിമ്പിളിൻ്റെയൊക്കെ സിമ്പിളായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. സോ ഇപ്പം ഞാൻ വൈറ്റമിൻ സി ഇടേണ്ടുള്ള ഞാൻ ഇതിനകത്തോട്ട് കോജിക് ആസിഡോ വേറെ ഒന്നും മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങൾക്ക് ഇച്ചിങ് ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻ ഉണ്ട്, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഫുള്ള് പോയി കിടക്കണമെന്ന് നിങ്ങളിത് വാങ്ങിച്ചോ. കാരണം നിങ്ങളുടെ സ്കിൻ ബാരിയർ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഇത് അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്. കാരണം എത്രയോ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, സൂപ്പർവായിട്ടുള്ള സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തോ. പാട്ടൊക്കെ പാടി എന്തോ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. സൺസ്ക്രീൻ എന്തോ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. അതിനുശേഷം അണ്ടർ ഐ ക്രീം, ഇത് ലെനേജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അണ്ടർ ഐ ക്രീമാണ്. ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അണ്ടർ ഐ ക്രീമാണ്. ആക്ച്വലി ഇതൊരു നൈസ് സാധനമാണ്, ഹൈലോണിക് ആസിഡ് വരുന്നത്. കാരണം എൻ്റെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഇനി ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അത് ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏത് വേണം യൂസ് ചെയ്യാം. കാരണം ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ഇതൊന്നും അല്ലേ ഇത് മുമ്പ് യൂസ് ചെയ്യുന്നത്. അണ്ടർ ഐ ക്രീം ഞാൻ ഇപ്പോഴും പറയുന്നു സ്ഥിരമല്ല, അപ്പോഴപ്പോഴായിട്ട് മാറും. ചില സമയത്ത് സിറ യൂസ് ചെയ്യും, ചില സമയത്ത് ക്രീം യൂസ് ചെയ്യും, ചില സമയത്ത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് താരി തേച്ചുകൊണ്ട് കയറി കിടന്നുറങ്ങും. അതൊക്കെ ഒരു ഇതാണ്. പിന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് പകൽ സമയത്ത് ഇടുന്നത്. ബിക്കോസ് ഇതിനകത്ത്
SPF ഉണ്ട്. കാരണം നമ്മൾ ചുണ്ടിൽ ലൈൻസ് വരും, അതായത് നമ്മൾ എന്തിനു മുഖത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു അതേപോലെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ച ഒരു കാര്യമാണ് ഈ കയ്യിരിക്കുന്ന പച്ച സാധനം. ഇത് ആഗ്നേസ് കോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പോട്ട് കറക്റ്റ് ആണ്. നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിൽ മാത്രം ജസ്റ്റ് ഇതൊന്ന് സ്പോട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ മുഖക്കുരു നന്നായിട്ടൊരു 7 ഡേയ്സിനകത്തിൽ ജസ്റ്റ് ഡള്ളാവും, നന്നായിട്ട് കുറയും, നല്ല റിസൾട്ട് വരും. ആൻഡ് നിങ്ങൾക്കിപ്പം ഹോർമോണൽ ആക്നെയാണ്, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ്, ഫുഡിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. കാരണം ഉള്ളിലുള്ള പ്രശ്നം നമ്മൾ ഇതിനെ കെയർ ചെയ്ത് ശരിയാക്കണം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനുള്ള സ്കിൻ കെയർ റുട്ടീനാണ്. പിന്നെ ഇപ്പോൾ ആ സ്പോട്ട് കറക്റ്റ് ഇട്ട് കാണിക്കാത്തത്, ഇപ്പം ഞാൻ ഷൂണിന് പോയില്ല, അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. അപ്പം ചുമ്മാ ഉപയോഗമില്ലാതായി പോകും. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുക, പകൽ സമയത്ത് നൈറ്റ് വേറൊരു സാധനം ഇടണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്ന് ബെറ്റർ ആക്കും. പിന്നെ ഇതാരും നിർബന്ധിക്കില്ല ചെയ് ഞാൻ വന്നിരുന്ന് പറയാം നീ ചെയ്ത് പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളിഷ്ടമാണ്. നിങ്ങൾ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ സംബന്ധിച്ച് സ്കിൻ കെയർ എന്ന് പറയുന്നത് ചാതാൻ കിടന്നാലും ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് കിടക്കുള്ള കഴിച്ചു. അങ്ങനത്തെ ഒരു മണാൾട്ടാണ് ഞാൻ. ഇപ്പം തന്നെ എനിക്ക് വയ്യാതെ അത്രയും ദിവസം കണ്ടിട്ട് രാവിലെ എണീറ്റ് കൂനി പോയി മുഖം കഴുകി ഫേസ് വാഷ് ചെയ്യും. ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു സൺസ്ക്രീൻ ഇടും, സൺസ്ക്രീൻ ഇട്ടിട്ട് വീണ്ടും പോയി കൊഞ്ചിനെ പോലെ കട്ടിൽ കിടക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തോ ഗൈസ്. പ്രോഡക്റ്റ് ലിങ്ക് ബയോയിലുണ്ട്, അല്ല കമൻറ്റ് ബോക്സിലും ബയോയിലുണ്ട്. ചെക്ക് ചെയ്തോ.